എല്ലാവർക്കും നമസ്കാരം. എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. അതിനാദ്യം തന്നെ എന്നെ ക്ഷണിച്ച OJ ജനീഷ് സാറിന് ഞാൻ വളരെയധികം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയാണ്. കാരണം ഞാനും തൃശ്ശൂരുകാരിയാണ്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അതാദ്യമായിട്ട് ഞാനും കേട്ടിട്ടുള്ളത് കൂടുതലും ഒരുപാട് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഫുൾ A+ കിട്ടിയ കുട്ടികൾ അംഗീകരിക്കുന്നു, അങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കാറ്റഗറി വെച്ച് ഇത്രയും പെർസെൻറ്റേജിന് മേലെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത്രയും 8A+, അതിനും 8A+നൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടി ഉൾപ്പെടുത്തിയ ഈ ഒരു ഫംഗ്ഷന് ഇങ്ങനെ നടത്തിയ OJ ജനീഷ് സാറിന് ഞാൻ ശരിക്കും അഭിനന്ദിക്കുകയാണ്. കാരണം ഇതൊരു വലിയ പ്രോത്സാഹനം തന്നെയാണ് എല്ലാ കുട്ടികൾക്കും. കൂടാതെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കറിയാം, ഞാൻ അവരുടെ കൂടെ പാരൻസിനെയും കാണുന്നുണ്ട്. നേരത്തെ ആസിഫ്ക പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പാരൻസ് ആയിരിക്കും. അപ്പം ഏറ്റവും നല്ലൊരു മൊമെൻറ്റിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു 10th +2 മാത്രമല്ല നമ്മുടെ ഒരു ലാസ്റ്റ് എക്സാം, അല്ലെങ്കിൽ ഇതിലൂടെ എല്ലാം കഴിഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഇതിലൊരു മാർക്ക് കുറഞ്ഞതോ കൂടിയതോ ഒന്നും നിങ്ങളെ ശരിക്കും ബാധിക്കരുത്. വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുക. കാരണം ഇത്രയും പറയാൻ ഞാൻ ആരുമല്ല, എങ്കിൽ പോലും എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ കൂടുതൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും, എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയും ഒരുപാട് ഡിബേറ്റ്സുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു മാർക്കിൻ്റെ ബേസിക്കിൽ മാത്രം നിങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യരുത്. കാരണം എന്താണോ നിങ്ങൾക്ക് ഇനി വേണ്ടതെന്നും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇനിയാണ് കൂടുതൽ മനസ്സിലാവാൻ സാധിക്കുന്നത്. അതുപോലത്തെ ഒരു ലൈഫായിരിക്കും ഇനി മുന്നോട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം റിലാക്സ് ചെയ്ത് തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. മാർക്കിൻ്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രഷറിൻ്റെ ബേസിലോ ആയിരിക്കരുത് നിങ്ങളുടെ അടുത്ത ഫർദർ സ്റ്റഡീസ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ എടുക്കണം. പിന്നെ ഏത് ഫീൽഡാണെങ്കിലും, അത് ഏത് കരിയർ ആണെങ്കിലും നിങ്ങൾ മാക്സിമം അതിന് ജെന്യുവനായിട്ടിരിക്കുക. നിങ്ങളോട് തന്നെ വളരെയധികം ട്രൂ ആയിട്ടിരിക്കുക. കാരണം നാളെ വരുന്ന ഇനി ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരുപാട് ജനങ്ങളിനുണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം അതിൽ ട്രൂ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നോ എത്രത്തോളം, അങ്ങനെയാണെങ്കിൽ മാത്രം അത്തരം കോഴ്സുകളിലേക്ക് പോവുക. പാരൻസിനോടാണെങ്കിലും കൂടുതൽ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക. അവർക്ക് വേണ്ടത് അവർ തന്നെ തിരഞ്ഞെടുക്കട്ടെ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ അവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും തോറും അവർ നിങ്ങളെ ഇനി കൂടുതലും പ്രൗഡാക്കത്തേ ഉള്ളൂ. ഒരിക്കൽ കൂടി എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിലും OJ ജനീഷ് സാറിനെ ഞാൻ പരിചയപ്പെടുന്ന ഈ അടുത്താണ്. അപ്പോൾ വളരെയധികം അതിനുശേഷം ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതും, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഹോളി ഗ്രേസുമായിട്ട് ഒരു ബന്ധമുള്ളത്. കാരണം ഈ ഒരു സ്കൂളിൻ്റെ ആദ്യത്തെ ഒരു ആഡ് ഫിലിം ചെയ്തിരിക്കുന്നത് ഞാനാണ്. അന്ന് ഇതിൻ്റെ മോഡലായിരുന്നതും ഞാനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടിയും അങ്ങനെ ഓർമ്മകളൊക്കെ ഒന്ന് വന്നിരുന്നു. വളരെയധികം സ്പെഷ്യലായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇനിയുള്ള ഭാവി നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഇവിടെ നിന്ന് മുതൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ജെന്യുവനായിരിക്കുക, ട്രൂ ആയിരിക്കുക. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഏത് കരിയർ ആണെങ്കിലും അവിടെ ബെസ്റ്റ് ആവട്ടെ. അതിനേക്കാൾ ഉപരി ജെന്യുവനായിരിക്കട്ടെ. ഷോർട്ട് കട്ട്സുകൾ പലതും ഉണ്ടാവാം, അതിലൂടെ ഒന്നും പോവാതെ. ഇവൻ എൻ്റെ ഫീൽഡിലാണെങ്കിലും ഞാൻ ഇന്ന് വരെ ഒരു ഷോർട്ട് കട്ട്സ് ചൂസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഒരു ജേർണി ചിലപ്പോൾ സ്ലോ ആയിട്ടൊക്കെ പല സമയത്ത് തോന്നാം, ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സ്റ്റക്കായിട്ടൊക്കെ തോന്നാം. എങ്കിൽ പോലും നിങ്ങളോട് തന്നെ ജെന്യുവനായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിന്നാൽ അതിനുള്ള റിസൾട്ട് എന്തെങ്കിലും ഒരു കാലത്ത് വരും. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി നന്ദി എല്ലാവരും കണ്ടതിൽ. താങ്ക് യു.